ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മട്ടൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 15 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടൊമാറ്റോയാണ്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കിലോ മട്ടൺ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഇറങ്ങും. അതനുസരിച്ച് നമുക്ക് കറിയിൽ വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെക്കാം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ചതച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കും. അതിനുശേഷം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു പട്ട ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച ചെറുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാണ് ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇത് ഒരുമാതിരി ഒന്ന് വഴറ്റതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. സവാള ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിട്ടുണ്ടല്ല. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച് ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പം ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഞാൻ 1 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ല ഒരു തിക്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിക്കാണ് കൂടുതൽ സമയം മൂക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. മല്ലിപ്പൊടി 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു മീഡിയം സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസ് വേണമെങ്കിൽ അതനുസരിച്ച് പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൂടുതൽ ചേർക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണ്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ ഗ്രാമ്പൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ച് ഉലുവ ഇട്ടാലും മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരുന്ന മട്ടണിലേക്ക് മസാലയെല്ലാം ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിലധികം വെള്ളമില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 150 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ
മട്ടൺ ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര വെള്ളം ചേർക്കണമെന്ന്. അതുപോലെ തന്നെ ഈ അരപ്പ് ഈ മട്ടൻ്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഈ മട്ടൻ്റെ സ്റ്റോക്കിൽ തന്നെ നല്ലതുപോലെ ഈ മട്ടൺ വേവുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 25 മിനിറ്റോളമാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ 25 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഇതിന് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. മട്ടൺ വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ കറക്റ്റാണ്, കറക്റ്റായിട്ടുള്ള ഗ്രേവിയാണ്. ഇനി വെള്ളമൊന്നും പറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 3 ചെറുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഈ ചെറുള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുള്ളി മൂത്തിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മട്ടൺ കറിയിൽ നമ്മൾ ഉലുവാപ്പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ്. നമ്മുടെ നാടൻ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.